മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ടർബോ കണ്ട് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ ഇനി എങ്ങാനും സിനിമ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ മമ്മൂട്ടി കമ്പനി ആ റിവ്യൂ മാറ്റിക്കളയും. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അത് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല. നേരെ കാണാൻ പോയത് ആസിഫ് അലി, ബിജു മേനോൻ നായകന്മാരായ തലവൻ എന്ന ചിത്രമാണ്. ജിസ് ജോയ് സംവിധാനം ചെയ്ത തലവൻ എന്ന ചിത്രത്തെ പറ്റിയിട്ടാണ് ഈ റിവ്യൂ. ക്രൈം ത്രില്ലർ ജോണറിലാണ് തലവൻ എന്ന സിനിമ. ചിത്രത്തിൻ്റെ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ആദ്യം കടക്കാം. ആസിഫ് അലിയും ബിജു മേനോനും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിലെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രകടനം തന്നെയാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി ഐഡിയ, ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നതും ഇമ്പ്രസീവായിട്ടുള്ള ഒന്നാണ്. ഇതല്ലാതെ പോസിറ്റീവായിട്ടൊന്നും ഞാൻ ഈ ചിത്രത്തിൽ കണ്ടില്ല. കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ് ഈ ചിത്രത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അതിലാദ്യമായിട്ട് ജിസ് ജോയുടെ സംവിധാനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ജിസ് ജോയുടെ സംവിധാനം വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ശൈലിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഒരുപാട് ക്രൈം ത്രില്ലറുകൾ കാണുന്നവരാണ്. ജിത്തു ജോസഫിൻ്റെ മലയാള ചിത്രങ്ങളൊക്കെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. എങ്ങനെയാണ് ഒരു ക്യാരക്ടേഴ്സിനെ അവർ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എവിടെയാണ് അവർക്കൊരു ക്ലോഷർ കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് അവരിൽ നിന്നും പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ്, തലവൻ എന്ന ചിത്രത്തിലെ ക്യാരക്ടേഴ്സിന്, ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനും ഒരു ക്ലോഷർ ഇല്ല. എന്തിനാണ് അവരെ നമ്മൾ ഈ ചിത്രത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇനി ഒരുപക്ഷെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ എടുത്തിട്ട് അതിനൊക്കെ ഒരു ക്ലോഷർ കൊണ്ടുവരുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ആദ്യ ഭാഗം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രം എന്നുള്ള നിലയ്ക്കോ ഒട്ടും ഇംപ്രസീവ് അല്ലാത്ത ഒരു സംവിധാന ശൈലിയാണ് ജിസ് ജോയിൽ നിന്നും നമുക്ക് കാണാനാകുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ചിത്രത്തിലെ ഗാനരചന അൺസഹിക്കബിൾ എന്ന് തന്നെ പറയാം. ഒരു പാട്ടിൻ്റെ സംഗീത സംവിധാനവും അത് പ്ലേസ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ ഷോട്ടുകളും എല്ലാം വളരെയധികം അരോചകമായിട്ട് നമുക്ക് തോന്നി. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. തലവൻ ഒരു തിയേറ്റർ വാച്ചുള്ള ചിത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. വീണ്ടും കാണാം.